ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന പുരോഹിതന്മാർ, അവരാണ് ഇതിൻ്റെ ഒന്നാം പ്രതികൾ. രണ്ടാമത്തേത് എന്താ വെച്ചാൽ പിന്നെ ഈ പുരോഹിതന്മാർ ഇവിടെ ഇങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകണം, മൊത്തം ഇങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകണം. അതായത് അവരുടെ കയ്യിൽ കുറച്ച് കൂടുതൽ ആളുകളും തലകളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തലൻ്റെ എണ്ണം കണ്ടിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും എന്ത് ചെയ്യാണ്, അതിനനുസരിച്ചുകൊണ്ട് അവരുടെ കാൽക്കീഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരെന്തെങ്കിലും ഒരു ജാതീയ പരിപാടി, അവരെ പിന്നെ ഇപ്പോൾ ഒരു വാപ്പ പോയി ഇനി മകനെ രണ്ടാമത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഭയങ്കര മതേതര മുഖവും അവർക്കൊരു സ്വീകാര്യതയും കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം കാര്യങ്ങളിലൊക്കെ മത്സരിച്ച് മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ ആ എസ്റ്റാബ്ലിഷ്ഡ് ആയ സംവിധാനങ്ങളെ തൊടാൻ എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഭരണകൂടങ്ങൾക്കോ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞു, കുറേ ആൾദൈവങ്ങളുടെ അരമനകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എത്ര പുറത്തു വന്നിട്ടുണ്ട്, എത്ര കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടേക്കൊന്ന് കടന്നു പോകാനും അതിൻ്റെ ഉള്ളിൽ ഉള്ള കഥകൾ എന്താണെന്ന് പുറലോകത്ത് അറിയിക്കാനും അതിൽ നിയമപരമായ നിലപാട് സ്വീകരിക്കുവാനും എത്ര ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിന് തുടക്കം കുറിച്ചാൽ തന്നെ അത് വഴിക്ക് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ കാൽക്കീഴിലാണ് ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇവരൊക്കെ പോയിട്ട് കുമ്പിടുന്നത് നമ്മൾ കാണുന്നത്. ഏതുവരെ നമ്മുടെ പിന്നെ കോടതികളിൽ വരെ ഈ അന്ധവിശ്വാസത്തിൻ്റെ അവസ്ഥ ഉണ്ട്. 13ാമത്തെ നമ്പർ റൂം ഇപ്പോഴും ഒരു ജഡ്ജിക്കും വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തുണ്ട്, ഈ സാധനത്തിൻ്റെ എലമെൻറ്റുകൾ പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സംവിധാനത്തിനെ തൊടാൻ കഴിയില്ല. പിന്നെ ഇത് ഇങ്ങനത്തെ സംവിധാനങ്ങൾ കേന്ദ്രങ്ങൾ ഉണ്ടായി വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിനെ ചുറ്റിപ്പറ്റി കച്ചവടവും കമ്പോളവും സംവിധാനങ്ങളും ഒക്കെ വരും. അത് വലിയ ടൗൺഷിപ്പായിട്ട് മാറും. അപ്പോൾ ആ ടൗൺഷിപ്പായി മാറുമ്പോൾ അത് വെച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന അത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന സാധനങ്ങൾ ഇവരെന്ത് ചെയ്യില്ല, ആരോടും സംസാരിക്കില്ല, അവരിതിൻ്റെ ഭാഗമായി നിന്ന് കൊടുക്കും. കാരണം ഇതിവിടെ നിലനിന്നെങ്കിൽ ഇവിടെ കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ആരും എന്ത് ചെയ്യില്ല, ഇവരുടെ ഒരു ന്യൂനതകൾ ആരും പുറത്തു പറയില്ല. ഇവരെ കുറിച്ച് വാഴ്ത്തിപ്പാടാൻ, അവിശുദ്ധ കൂട്ടുകച്ചവടം, അതെ, അവർ വാഴ്ത്തിപ്പാടാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ മുന്നോട്ട് തയ്യാറായി വരുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ തന്നെ പത്രക്കാർ, പിന്നെ ന്യൂസ് ചാനൽസ് സാധാരണക്കാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയാനൊരു പേടിയാണ്. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും വരുമോ, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പേടി പൊതുസമൂഹത്തിലുണ്ട്. ആ പേടി കൂടി ഇവർക്ക് എന്താണ്, ഒരു വളമാണ്. കാരണം ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, എന്നെന്തെങ്കിലും ചെയ്യുമോ, എൻ്റെ കച്ചവടത്തിന് എന്തെങ്കിലും ബാധിക്കുമോ, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ല. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതിപ്പോൾ ഒരു വർഷം മുമ്പ് നടന്നതാണല്ലോ ഈ പ്രശ്നം നടന്ന് ഇതിങ്ങനെ വിഷയമായി, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ സമയത്ത് നമ്മുടെ ആളുകൾ അവിടെ ഒരു പ്രോഗ്രാം, ഇത്തരം വിഷയങ്ങൾക്ക് ശരിക്കും സമൂഹത്തോട് തുറന്നു പറയാൻ വേണ്ടി ഒരു പ്രോഗ്രാം വെക്കാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ച് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഈ ആളുകളെ സംബന്ധിച്ചൊന്നും പറയാൻ പാടില്ല. അതെ, ഇവിടെയുള്ള ഈ ജിന്നുമ്മ അതേപോലെയുള്ള സംഗതികൾ അത്തരം വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല, നിങ്ങളെ പ്രസംഗിച്ച് പോകാൻ പറ്റും. ആരാ പറയുന്നത്, ഉത്തരവാദപ്പെട്ട ആളുകളാണ് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ വേരുകൾ, നിങ്ങളൊന്ന് ആലോചിച്ചു. എങ്ങനെ പിന്നെ ഈ സമൂഹത്തിൽ ഇത് ബോധവൽക്കരിക്കാൻ കഴിയുക?